ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാം. ಹೇಳಿ ಇದು ಗೋಪಿಕಾ ಅಗರಬತ್ತಿ. ಹೌದೇ ಬನ್ನಿ ಮುಂದೆ ಬನ್ನಿ. ಅವರ ಸಂಬಂಧಿಕರ ಮನೆಯಲ್ಲಿ ಇದು ಅದೇ ಇದು ಗೋಪಿಕಾ ಅಗರಬತ್ತಿ ಅವರು. ಹಾಂ ಅದು ಪುಟ್ಟಣ್ಣವ್ರ ಮನೆ. ಪುಟ್ಟಣ್ಣವ್ರದ್ದು ಅದಲ್ಲ. ಅದೇ ಮನೆ ಪುಟ್ಟಣ್ಣವ್ರ. ಹಾಂ ಮಾತ್ರ ಇವರು ಎಲ್ಲ ಓಲ್ಡ್ ಫೇಮಸ್ ನಮ್ಮ ಬಾಟ ಪುಟದಲ್ಲೆಲ್ಲ ಬರ್ತದೆ ಇವ್ರ ಕತೆಗಳೆಲ್ಲ ಒಳ್ಳೆ ಕತೆಗಾರರು. ಮತ್ತು ಅವರ ಕುಟುಂಬದಲ್ಲಿ ಈಗ ಯಾರಿದ್ದಾರೆ ಕುಟುಂಬದಲ್ಲಿ? ಈಗ ಅವ್ರು ಯಾರು ಇಲ್ಲ. ಯಾರು ಅವ್ರ ತಮ್ಮ ಇದ್ರು. ಹಾಂ ಈಗ ಅವ್ರ ತಮ್ಮ ಇದ್ರು, ತಮ್ಮನೂ ಕೂಡ ಇಲ್ಲ, ಅವರು ಕೂಡ ಹೋದ್ರು. ಹೌದು. ಇದು ಹಳೆ ಮನೆ ಅವ್ರದ್ದು. ಹಾಂ ಹೇಳಿ. ಇಲ್ಲ ನನ್ಬೇಡ ಅವ್ರ ಮನೆ ಅದು ಆ ಕಡೆ. ಇದು ಗೋಪಿಕಾ ಅಗರಬತ್ತಿ ಅವ್ರದ್ದು. ಇದು ಅವರ ಸಂಬಂಧಿಕರು. അങ്ങനെ പുട്ടൻ കണങ്ങളെ വീടെല്ലാം നോക്കി ഞാൻ ജനിച്ചപ്പോൾ നോക്കിയിട്ടില്ല. പഴയ വീട് പറഞ്ഞാൽ എത്രയോ കാലം മുമ്പ് അയാൾ വലിയ വ്യക്തിയായിരുന്നു. ക്യാമറമാൻ ആയിട്ടുണ്ട്, പ്രൊഡ്യൂസർ ക്യാമറമാൻ. പുട്ടൻ കണകൾ പുട്ടെണ്ണാന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര്. ഇപ്പോൾ ആ നാട്ടിലേക്ക് പുട്ടെണ്ണ കണകൾ എന്ന് പറഞ്ഞിട്ട് പേര് വന്നത്. വലിയ വ്യക്തി, നമ്മൾ ജനിക്കാത്ത മുമ്പേ ഉണ്ടായ വ്യക്തിയാണ്. അങ്ങനെ അവിടെ നാട്ടിലെല്ലാം പോയിട്ട് നമ്മൾ വീഡിയോ പിടിച്ച് ഇവരെല്ലാം പറയുന്നത് എന്താ പറഞ്ഞാൽ അവിടെ വലിയ വലിയ വ്യക്തിമാർ വരുന്നുണ്ട്. വലിയ വലിയ എവിടുന്നോ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ ഓർമ്മങ്ങൾ ഇല്ലാത്ത മാതിരി ആ വീടുകൾ വീണ് പോകുന്നു. ಮೊದಲಿದ್ದು ಅಷ್ಟೇನೆ. ಹಳೆ ಸಂಬಂಧಿಕರು ಇವರು. ತುಂಬಾ ಹಳೆ ಸಂಬಂಧಿಕರು. ಜೊತೆಗೆ ಅದೇ ಕಣಗಾಲು ಬ್ರಾಹ್ಮಣ ಸಂಘದ ಅದೇ ಅವರು ಅಧ್ಯಕ್ಷರು, ಹಾಂ ಹಾಂ ಗೌರವಿತ ಅಧ್ಯಕ್ಷರು. ಹೌದು. ನಮಗೆ ಅವ್ರನ್ನೆಲ್ಲ ಅವ್ರದ್ದು ಹೆಸರೆಲ್ಲ ಕೇಳುವಾಗ ಒಂದು ಹೆಮ್ಮೆ ಅನಿಸ್ತದೆ. ಯಾಕಂತಂದರೆ ದೊಡ್ಡ ವ್ಯಕ್ತಿ, ಒಳ್ಳೆ ಹೆಸರು ಮಾಡಿದವರು ಅವರು. ಅವರು ಊರಲ್ಲಿ ನಮಗೆ ಗೊತ್ತಿದ್ದವರು ಇವರು ಫ್ರಂಟ್ ಸುಲ್ತಾನ್ ಅಂತ, ಅವ್ರ ಚಿಕ್ಕಪ್ಪ ಅವರು ಚಿಕ್ಕ ಮಾವ. ಹಾಗೆ ಇವರೆಲ್ಲ ನಮಗೀಗ ಪರಿಚಯ ಆಗಿದ್ದವರು. ತುಂಬ ಒಳ್ಳೆ ಜನಗಳು ಈ ಹಳ್ಳಿಯಲ್ಲಿರೋರು. ತುಂಬ ಇಷ್ಟ ಆಯಿತು ಇವ್ರನ್ನ ನೋಡಿ. ಇವರಿಂದ ಒಂದೆರಡು ಮಾತು ತಗೊಳ್ಳಿ. ಹೌದು, ಎರಡು ಮಾತು. ಅವರು ಕತೆ ಅವ್ರದ್ದು ನಿರ್ದೇಶಕರು ಅಂತ ಹೇಳಿದ್ರೆ ಇವರು ಅವ್ರನ್ನ ಯಾವುದೇ ಒಂದು ಸಿನಿಮಾ ಕಾರ್ಯಕ್ರಮ ಶುರು ಮಾಡ್ಬೇಕಾದ್ರೆ ಪುಟ್ಟಣ್ಣವ್ರು ಫೋಟೋ ಇಟ್ಟು ಹಾರ ಹಾಕಿ ಅವ್ರು ನಮಸ್ಕಾರ ಮಾಡಿ ಪ್ರಾರಂಭ ಹೌದು. ಇವರು ಸಣ್ಣ ವಯಸ್ಸಲ್ಲೆಲ್ಲ ತುಂಬ ಅವ್ರದ್ದು ಬಗ್ಗೆ ಎಲ್ಲ ನೋಡಿ ಕಲ್ತವರು. ಭಾಳ ಕೆಲವೇ ಅವ್ರ ಶಿಕ್ಷಣದಲ್ಲಿ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಇದ್ರೂ ಅವರು ಬುದ್ಧಿ ಭಾಳ ಮೇಲೆ ಹೋಯಿತು. ಚೆನ್ನಾಗಿ ಬೆಳೆದು 4 ಜನ ಅವರು ಬೆಳಕಿಗೆ ತಂದರು. ಇವತ್ತು ಅವ್ರ ಹೆಸರು ಊಟ ಮಾಡ್ಕೊಂಡು ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಹೌದೌದು. അങ്ങനെ അവൻ്റെ കഥയെല്ലാം കേട്ട് ഈ പഴയ കഥയെല്ലാം നല്ല സന്തോഷമായി മനസ്സിൽ. അങ്ങനെ സന്തോഷമായി എല്ലാം കണ്ടിട്ട്. നമ്മൾ ജനിക്കാത്ത മുമ്പ് ഇതൊന്ന് കാണണം പറഞ്ഞിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് കണ്ട് ഇത് കഥയെല്ലാം കേട്ട് എല്ലാവർക്കും അറിയിക്കാണ് എൻ്റെ സന്തോഷമായി. അറിയിച്ചാൽ മാത്രമേ വീടെല്ലാം വേഗം പോയണ അങ്ങനെ അതിന് ഇതെല്ലാം ഗവൺമെൻറ് ഒന്ന് ഇതെല്ലാം കണ്ടീഷൻ ആക്കിയിട്ട് വെച്ചാൽ വരുന്നവർക്കും നോക്കുന്നവർക്കും എല്ലാം അവരുടെ പേരെല്ലാം മനസ്സിലാവണം. അങ്ങനെ ആവും ഇങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അതാണ് എല്ലാവരുടെ ആശ. ആ നാട്ടുകാരും പറഞ്ഞുകൊണ്ടുള്ളത് അതന്നെ എൻ്റെ അടുത്ത്. അങ്ങനെ ഈ ഹള്ളി സൈഡ് ഇങ്ങനെ പോയോണ്ടുണ്ട്. ചെറിയ വീട് അപ്പുറം ഇപ്പുറം എല്ലാം വാങ്ങുന്നുണ്ട്. എല്ലാം പഴയ ഓടുങ്ങൾ. ഇപ്പോൾ അങ്ങനത്തെ ഓടെല്ലാം ഇല്ല എവിടെയും. ചെറിയ ഓട്, കുഞ്ഞു ഓട്, ഈ പഴയ കാലത്തിൻ്റെ ഓട്. അത് ഇവിടുത്തെ ആൾക്കാരെല്ലാം നിന്നിട്ട് പറയുന്നത് അതന്നെ. ഇതിപ്പോൾ ഒരു കന്നഡത്തിൽ പറഞ്ഞുകൊണ്ടുണ്ട്. കേരളത്തിൻ്റെ ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്താ അറിയില്ല. എന്നാലും നമ്മളിപ്പോൾ അതിൻ്റെ മറുപടി നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട്
പുട്ടന കണങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ സുണ്ടിയൊപ്പൊന്ന് ഒരു 28-30 കിലോമീറ്റർ അങ്ങോട്ട് ഞാൻ ജനിച്ച പിന്നെ അവിടെ പോയിട്ടില്ല. എന്നാലും എനിക്കിപ്പോൾ പോകാൻ അവസരം കിട്ടിയ മാതിരി. അങ്ങനെ ഭീകരനായ ഈ വീടല്ല, പിന്നെ ഇതെല്ലാം വലിയ വലിയ ആൾക്കാരെല്ലാം വരുന്നുണ്ട്. നല്ല വ്യക്തി ഇത്. പിന്നെ ആ സൈഡ് തള്ളിയെല്ലാം അത്ര പാങ്ങുണ്ട്. നല്ല ചെറിയ ചെറിയ വീട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇവിടെ അത്ര രസം നോക്കാൻ. JCB വരെ വീട് ലെവലാക്കിക്കൊണ്ടുണ്ട് മുറ്റത്തിന്. അങ്ങനെ ഇതെല്ലാം നോക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ടൗൺ സൈഡിലല്ല, അതല്ല ഇങ്ങനെ അല്ലി സൈഡിലെല്ലാം വരുമ്പോൾ നല്ല രസം ഇങ്ങനെ കാണാൻ. പാങ്ങുണ്ട് എല്ലാം. നല്ല ഒരു സ്വന്തം സൗണ്ട് ഇവിടെ മാത്രം. നല്ല ജനങ്ങളും എല്ലാവരും വിളിച്ച് വാക്കുവരുണ്ട്. ടൗൺ സൈഡിൽ മാത്രമല്ല, അല്ലി സൈഡിലെ വേറെ ഒരു നല്ലൊരു മനസ്സൊത്തില്ല ആൾക്കാർ. നെല്ല് ഇങ്ങനത്തെ എല്ലാം വാങ്ങുന്നുണ്ട്. ಅವ್ರ ಸೈಲೆಂಟ್ ಏರಿಯಾ. ಇವರು ಸುಲ್ತಾನ್ ಅಂತ ಬಿಟ್ಟು ಟಿಂಬರ್ ಮರ್ಚೆಂಟ್. ನಾವು ಇವ್ರ ಕೆಲಸಕ್ಕೆಲ್ಲ ಬರ್ತೀವಿ. ಭಾರಿ ಒಳ್ಳೆಯವರು. ಇವ್ರ ಫ್ಯಾಮಿಲಿ ಎಲ್ಲ ತುಂಬ ಒಳ್ಳೆಯವರು. ಇವ್ರ ಅತ್ತೆಯವರೆಲ್ಲ ನಮಗೆ ಕಾಫಿ ಊಟ ಎಲ್ಲ ಒಳ್ಳೆ ಜನಗಳು. ನಮ್ಮನ್ನ ಒಳಗೆಲ್ಲ ಕರೆದು ಮಾತಾಡಿಸಿ ಅಷ್ಟು ಖುಷಿಯಾಗಿ ನಮ್ಮನ್ನು ನೋಡಿದ್ರು. ತುಂಬ ಇಷ್ಟ ಆಯಿತು. ಮತ್ತು ಒಳ್ಳೆ ವ್ಯಕ್ತಿ. ಅದರಿಂದ ಇವರೊಟ್ಟಿಗೆ ನಾನು ಜಾಸ್ತಿ ಫ್ರೆಂಡ್ಶಿಪ್ಸ್ ಇರೋದು. ಇವ್ರದ್ದು ಕೆಲಸಕ್ಕೆಲ್ಲ ಬರ್ತಿರ್ತೀನಿ. ಹಾಗೆ ಪುಟ್ಟನ ಕನಗಾಲದ್ದು ಮನೆಯನ್ನು ತೋರಿಸಿದ್ರು. ನಾವೆಲ್ಲ ಅದು ಹುಟ್ಟಿ ಬೆಳೆದ ಮೇಲೆ ನೋಡಿಲ್ಲ. ನಾವು ಕೊಡಗಲ್ಲಿರೋದು. ಇವರು ಕನಗಲ್ಲಿ ಹೆಣ್ಣು ತಗೊಂಡಿದ್ದು. ಅವ್ರ ಅತ್ತೆ ಮನೆ ಕರ್ಕೊಂಡೋಗಿ ಅವ್ರದ್ದು ಪುಟ್ಟನ ಕನಗಲ್ ಮನೆದು ಸ್ವಲ್ಪ ಹತ್ರನೇ ಇವ್ರದ್ದು ಅತ್ತೆ ಮನೆ. ಹಂಗೆಲ್ಲ ಅದು ನೋಡೋಕ್ಕೆ ನಮಗೊಂದು ಪುಣ್ಯ ಸಿಕ್ಕಿದಂಗೆ ಆಯಿತು. ತುಂಬ ಖುಷಿ ಆಯಿತು. ಅವ್ರ ಮನೆಯೆಲ್ಲ ಬಿಲಾಕ್ ಆಗುಂಟು. ಅದೆಲ್ಲ ಗೌರ್ಮೆಂಟ್ ಅವರು ಅದೆಲ್ಲ ನೋಡಿ ಚೆನ್ನಾಗಿ ಮಾಡಬೇಕು ಅಂತ ನಮ್ಮ ಇಷ್ಟ. ಹಾಗೆ ಸುಮಾರು ಜನ ನಾವು ಯೂಟ್ಯೂಬರು ನಾವು ಹೋಗಿದ್ವಿ. ಸುಮಾರು ಜನ ಒಳ್ಳೊಳ್ಳೆ ದೊಡ್ಡ ದೊಡ್ಡ ವ್ಯಕ್ತಿಗಳು ಹೋಗಿ ನೋಡ್ತಾರೆ. ಅದರಿಂದ ಅದನ್ನೊಂದು ಕಂಡೀಷನ್ ಮಾಡಬೇಕು. ಆ ಮನೇನ ಅದು ಬಿದ್ದೋಗಂಗೆ ಮಣ್ಣು ನೆಲ ಸಮ ಆಗಂಗೆ ಮಾಡಬಾರ್ದು. ಅದರಿಂದ ಊರವರು ಅದನ್ನೇ ನನ್ನ ಹತ್ರ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿದ್ರು. ಹೌದು, ಸೈಯದ್ ಮಾಸ್ಟ್ರು ನನ್ನ ಹತ್ರ ಹೇಳಿದ್ರು. ಹಾಂ, ಒಳ್ಳೆ ಜನ. ಅವರು ಸ್ವಲ್ಪ ವಯಸ್ಸಾಗಿದೆ. ಅವ್ರು ಸಣ್ಣ ವಯಸ್ಸಿಂದ ಅವರೆಲ್ಲ ಅಲ್ಲಿದ್ದು ವಿಷಯಗಳನ್ನೆಲ್ಲ ನಮಗೆ ಹೇಳಿದ್ರು. ಹಾಗೆ ಅದೇ ಮಗಳನ್ನ ಡಾಕ್ಟ್ರು ಓದಿಸ್ತಿದ್ದಾರೆ. ಮತ್ತು ಅವರು ಮಾಸ್ಟ್ರು. ಅಲ್ಲಿ ಕಡೆ ಅವರೊಂದು ಹೆಸರು ಮಾಡಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಅವರು ಸುಮಾರು ಜನ ಅಲ್ಲಿ ಕಡೆ ದನ ಮೇಯಿಸ್ಕೊಂಡು ಅದು ಇದು ಒಳ ಕೆಲಸ ಮಾಡಿಸ್ಕೊಂಡು ಮಕ್ಕಳನ್ನ ಓದಿಸೋಕ್ಕಿಲ್ಲ, ವಿದ್ಯಾಭ್ಯಾಸ ಕೊಡಿಸೋಕ್ಕಿಲ್ಲ. ಆದರೆ ಅವ್ರ ಮಕ್ಕಳನ್ನ ಒಂದು ಡಾಕ್ಟ್ರಿಗೆ ಓದಿಸಿದ್ದಾರೆ ಅಂತಂದ್ರೆ ಒಂದು ಹೆಮ್ಮೆ ಪಡ್ಬೇಕಂತ ವಿಷಯ. ತುಂಬ ಇಷ್ಟ ಆಯಿತು. ಹೌದು, ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸ ಕೊಟ್ಟಿದ್ದಾರೆ. ಅವ್ರನ್ನೂ ಮಾಸ್ಟರ್ ಆಗಿದ್ದಾರೆ. ಅವ್ರ ತಂದೆ ಅವ್ರನ್ನ ಓದಿಸಿದ್ದಕ್ಕೆ ತುಂಬ ಸಂತೋಷ ಆಯಿತು. ಅಲ್ಲಿ ಇಂಥ ವ್ಯಕ್ತಿಗಳನ್ನ ಅದೆಲ್ಲ ಇದು ಮಾಡಿ ಮಾಡುವ. ಬಾಕಿದು ನಾವು ಅವ್ರದ್ದು കഥകളെಲ್ಲ ಇನ್ನೊಂದು വീഡിയോയിൽ ನಾವು തೋರಿಸ್ತೀವಿ. ധന്യവാദങ്ങൾ. അങ്ങനെ അവിടെ വരുമ്പോൾ നല്ല പുഴ, പിന്നെ വലിയ തൂക്കുസേത്തുവ, പച്ച പച്ച കളറിൻ്റെ ഒരു അമ്പലം. ഇതെല്ലാം നല്ല നല്ല പാങ്ങുണ്ട്. അവിടെ ഉള്ള ജനങ്ങളെല്ലാം പൂജക്കെല്ലാം നിൽക്കണേ നല്ല രസമുണ്ട്. മാത്രം ഇവിടെ നോക്കണേ ഒരു നല്ല പാങ്ങ്, മനസ്സൊക്കെ സമാധാനമുണ്ട്. നല്ല ഏരിയ. ഞാൻ ഇതുവരെ ജനിച്ചവനെ അവിടെ പോയിട്ടില്ല. ഇത് തൂക്കുസേത്തുവ. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാരെല്ലാം പോയിട്ട് ടൂറിസ്റ്റ്മാരെല്ലാം ഇവിടെ പോകും. നല്ല ടൂറിസ്റ്റ് പ്ലേസാണ് അവിടെ. അപ്പുറം ഇപ്പുറമെല്ലാം പോയാൽ നല്ല എക്കറുണ്ട് ഈ തൂക്കുസേത്തുവ. പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. ഇത് ഇങ്ങോട്ട് വെള്ളം, ഇങ്ങോട്ടും വെള്ളം. ഇങ്ങോട്ട് പോയ ഓടിക്കൊണ്ടുണ്ട്. കാവേരി പോയ ഇത്. അതെ, ഇവിടെ എല്ലാം കാട് അങ്ങോട്ട് ചുറ്റുവട്ടും വലിയ പോയ പാലം. എത്ര ദൂരമുണ്ട് പാലം ഇവിടെ, അത്ര ദൂരം. അത് ടൂറിസ്റ്റുകൾ ഇവരെല്ലാം നിൽക്കുന്നത്. ഇതിവിടെ അമ്പലം. ഇത് പുട്ടണ പറഞ്ഞിട്ട് അയാളുടെ പേര്. ഇപ്പൊ വിളിക്കുന്ന അയാളുടെ പേര് വെച്ചിട്ട് ആ നാട്ടിന്റെ പേര്. വലിയ വ്യക്തിയായിരുന്നു, വലിയ ഫേമസ് ആയിട്ടുണ്ടായി ആ കാലത്ത്. അവരുടെ വീട്ടിൽ ആരില്ല. അവരുടെ വീട് അതെല്ലാം പിടിച്ചു വന്നു. ബ്രാഹ്മണ സമുദായത്തവര്
അങ്ങനെ അയാളുടെ ഫാമിലിയിൽ ഒരാളുണ്ട്, അയാളും വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയില്. അതെ. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ. സന്തോഷം. സന്തോഷം. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോക്ക് വീഡിയോ ബൈ.